ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മുടെ ലോങ് വീഡിയോ ഒന്നും കാണാഞ്ഞിട്ടും ഡേ ഇൻ മൈ ലൈഫും ഗാർഡനിങ് വീഡിയോസ് ഒന്നും കാണാഞ്ഞിട്ടും ഒത്തിരി പേര് അന്വേഷിച്ചു കേട്ടോ. പിന്നെ പിങ്കിക്കുട്ടീനെ കാണാഞ്ഞിട്ടും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ മക്കളുടെ എക്സാമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ അങ്ങ് പോയിട്ടോ. അപ്പം ഞാനിതേ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമില്ലേ നമ്മുടെ വീട്ടിൽ പറമ്പ് നിറച്ചും പുല്ലും കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലൊക്കെ നിറച്ച് പുല്ല് കയറിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് വന്ന അന്നല്ല, പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ നമ്മുടെ അതിശയിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുല്ല നിറച്ചു പൂടിട്ടുണ്ട് കേട്ടോ. ഞാനത് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് നിലത്ത് നട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇതേ നിറച്ച് പൂത്തിട്ടുണ്ട്. നല്ല അട്ടിയായിട്ടുള്ള ചക്കമുല്ലയില്ലേ, അതാണ് കേട്ടോ. അതെന്താ പറയുക, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ചക്കമുല്ല എന്നാണ് പറയുക കേട്ടോ, വലിയ മുല്ലക്ക്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര മുല്ലനോട് ഭയങ്കര ഭ്രാന്താണ്. കുട്ടിക്കാലത്ത് മുതലേ ഉള്ളൊരു ഇഷ്ടമാണ് കേട്ടോ മുല്ലയായിട്ട്. അപ്പം അതവിടെ നിറച്ച് പൂത്ത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇതേ നമ്മുടെ പ്ലാവിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് കൊത്താനും കിളക്കാനൊക്കെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മഴ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ ആദ്യത്തെ വളമൊക്കെ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇത് ഞാൻ ചാണകപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എല്ലുപൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ല, അപ്പോൾ ചാണകപ്പൊടി ഇല്ലത് വെച്ചിട്ട് ഇച്ചിരി വളമൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പ്ലാവ് നല്ല വലിപ്പമൊക്കെ ആയിട്ടുണ്ട്. ഇനി എവിടെ വരെ പോകുമെന്ന് കണ്ടറിയേണ്ട വരും. പിന്നെ ഇതേ പോകുമ്പം മോനാണ് കേട്ടോ ഒരു 2-3 പയറുമണി ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ മുളച്ച് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇച്ചിരി വളമാക്കി ഇട്ടിട്ടൊന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. അപ്പോൾ ഇതേ പയറും അതുപോലെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ ഇത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ എങ്ങനെയോ അതിൻ്റെ ഒരു ഇതൊക്കെ വീണിട്ട് അരിമണിയൊക്കെ വീണിട്ട് പൊടിച്ചതാണ്. പിന്നെ അതുപോലെ നമ്മുടെ പുല്ലില്ലേ ഗാർഡനിലെ ആ ഗ്രാസ് നട്ടുപിടിപ്പിച്ച വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അത് നമ്മുടെ ബോർഡറൊക്കെ വെട്ടിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കാണാൻ ഒരു മെനയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബെഞ്ചില്ലേ അതിൻ്റെ അവിടെ ഒന്നും കാലൊന്നും കാണാനില്ല, അത്രയും പുല്ലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നൊന്ന് വെട്ടിത്തളിച്ചെടുക്കണം. അപ്പോൾ അതിന് കറക്റ്റായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇട്ടാലാണ് പുല്ലിനൊക്കെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കാണാനായിട്ട്. ഞാൻ ഈ വീട്ടിൽ എന്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ പിറകെ കൂടുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ പിങ്കി മോള്. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇത്തിരി ജാടയിട്ടാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ വലിയൊരു കമ്പനിയൊന്നുമില്ല, എന്നാലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കുറച്ച് സമയം എന്നെ ഒന്ന് തലോടെന്ന് പറഞ്ഞിട്ടുമാണ് അവളിവിടെ വന്നിരിക്കണത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം അവളോട് കിന്നാരൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ പണിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രാസില്ലേ നടന്ന വീഡിയോയും അതിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെറിയൊരു പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ അത്ര പൈസ മുതൽ മുടക്കുമില്ല. ചെറിയൊരു എഫേർട്ട് ഇട്ടാൽ മാത്രം ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കലാണ് ഒരു പണി. നമ്മളിത് കട്ട് ചെയ്ത് നല്ല നീറ്റായി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറമ്പിൽ കയറിയ പുല്ല് കയറി കിടക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഇതേ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഇവിടെ ഇല്ലേ കുറച്ച് ഞാനൊന്ന് അവിടെ നട്ട് നോക്കാമെന്ന് വിചാരിച്ചു, പിടിച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ മഴയൊക്കെ തുടങ്ങിയാലാണ് ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ വലിയ മഴയില്ല. അപ്പോൾ എന്നാലും ഒന്ന് അവിടെ കുറച്ച് കൊണ്ടുപോയി നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഞാൻ പിന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കുറച്ച് കട്ട് ചെയ്തെടുത്തില്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ നമ്മുടെ കയ്യിൽ അതിന് വേണ്ട കത്രികയും കാര്യങ്ങളൊന്നുമില്ല. ഗ്രാസ് കട്ട് ചെയ്യുന്ന കത്രിക തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പം നമ്മുടെ ഒരു കുഞ്ഞു കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനും മോളും കൂടിയാണ് ഇത്രയും കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇവിടെയൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ അന്ന് അത്ര മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഇതേ കുറച്ച് ചെടിച്ചട്ടികളൊക്കെ മാറ്റി നടാനുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പം കുറച്ച് ഇതുപോലെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യലും അതുപോലെ കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയതൊക്കെ ഒന്ന് നട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ട് 2-3 ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിൽ കുറച്ച് മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇന്ന് നടാൻ പറ്റില്ലെങ്കിൽ നാളെ നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ നമ്മുടെ സമയം തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തിട്ട് ഇതും ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫേർട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ടായില്ല. അപ്പോൾ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റി നടണം. കൂട് തുറക്കണ പെങ്കിക്ക് കൂട് തുറക്കണ.
അപ്പോൾ അവളുടെ കൂടിൻ്റെ വാതിലടച്ചിട്ടേക്കുവാണ്, പുള്ളിക്കാരിക്ക് അകത്ത് കയറുകയും വേണം. അപ്പോൾ അതെന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഇതേ ഒരു അഗ്ലോണിയം ഇതുപോലെ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ്, അതൊന്ന് മാറ്റി നടാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടികളൊക്കെ നിറച്ച് അവിടെ വെച്ച് കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ഇതേ നമ്മുടെ മുകളിൽ വെച്ചിട്ടുണ്ടായില്ലേ, ടെറസിൽ വെച്ച് നമ്മുടെ ഒരു ഗ്രോ ബാഗും ചെടിച്ചട്ടിയും പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൽ ഉണ്ടായി കിടക്കുന്ന ഞാൻ പോയി വരുമ്പോഴത്തേക്ക് വഴുതന പിടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും പിടിച്ചിട്ടുണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, വഴുതനയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. പിന്നെ മണ്ണൊക്കെ ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. പിന്നെ ഒന്നിനും വലിയ ഉഷാറൊന്നുമില്ല, എന്നാലും ഇതൊക്കെ മുഴുവനായിട്ട് നശിച്ചതായിരുന്നു. അതിൽ നിന്നാണ് ഇതുപോലെ പിന്നെ ഉണ്ടാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പച്ചമുളക് മുഴുവൻ കരിഞ്ഞു പോയിരുന്നു. അപ്പോൾ കരിഞ്ഞു പോയിരുന്ന വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് വളമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാക്കി എടുക്കണം. പിന്നെ ഞാനിവിടെ ഇല്ലേ പോകുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ കുറച്ച് ക്രീപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു, ക്രീപ്പിംഗ് പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ തൂക്കിയിട്ട് വളർത്താനും അതുപോലെ നമുക്കിങ്ങനെ മുകളിലേക്ക് കയറ്റി വിടാനൊക്കെ പറ്റിയത്. അപ്പോൾ അത് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ നല്ലതുപോലെ ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലറ്റാനയില്ലേ, അതും നല്ല കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. നല്ലോണം പൂക്കളൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. വെയിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി പൂവുണ്ടാവും. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ അതിനൊക്കെ വെള്ളത്തിൻ്റെ കുറവുണ്ട്. പിന്നെ നല്ല അടിപൊളി ലീഫൊക്കെ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് കേട്ടോ. അതിങ്ങനെ ഹാങ് ചെയ്ത് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം മുന്നേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് ചെയ്യാതിരുന്നത്. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ നിന്നാണ് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പോൾ രണ്ടാമതും ആ ഒരു ചെടി വാങ്ങിച്ചിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്, കാരണം ഇതിന് ഇച്ചിരി മണ്ണ് അധികം വേണം. പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു ചെടി വെച്ച ആ ഒരു സ്ഥലമില്ലേ, അവിടെ ശരിക്കും മണ്ണ് നിറക്കുക. അപ്പം ഞാൻ അവിടെ മണ്ണ് നിറച്ചിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് മണി പ്ലാന്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി കണ്ടോ, ഇതുപോലെ തൂങ്ങിക്കിടക്കും. അപ്പം കുറേ ഇതുപോലെ തൂങ്ങിക്കിടന്നാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം നന്നാവുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് തരാം. നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു ക്രീപ്പർ. അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, ക്രീപ്പർ തന്നെയാണെന്ന് തോന്നുന്നു പേര്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ വീടും ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കുവാണ് കേട്ടോ. പിന്നെ ഇതേ താഴത്തെ നമ്മുടെ ആ ഒരു ഗ്രാസ് എല്ലാം കട്ട് ചെയ്തൊന്ന് ലെവലാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മണിമുല്ലയില്ലേ, അതും നിറച്ചും ഇതുപോലെ തൂങ്ങിക്കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാം കേട്ടോ. ഇതെല്ലാം ഓരോ ദിവസം ചെയ്യുന്നതാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തതല്ല. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ചും ഇലകളൊക്കെ വീണിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിന് ചുറ്റിലും റബ്ബറും അതുപോലെ പ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെതല്ല കേട്ടോ, വല്ലവൻ്റെയും പറമ്പത്തിലെയാണ്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടാന്ന്. ഇനി നല്ലൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കഴിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് ആയിക്കോളും. പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഇതുപോലെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് അവിടെയൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അതൊക്കെ ഒന്ന് ചട്ടി മാറ്റിയെടുക്കാനുണ്ട് കേട്ടോ. കുറച്ചധികം പണിയുണ്ട് ചെടികളതായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചൊരു നല്ല മഴയൊക്കെ കിട്ടട്ടെ, അപ്പം നമ്മുടെ മണ്ണും നനയും, അതുപോലെ നമ്മുടെ ചെടികളൊന്ന് ഉഷാറായി വരും. എന്നിട്ടൊക്കെ മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഇച്ചിരി ഒന്ന് നനച്ചും കൂടെ കൊടുക്കാം കേട്ടോ. മഴ പെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ നിന്നു, പക്ഷെ മഴ പെയ്തില്ല. അപ്പോൾ പിന്നെ നനക്കാതെ രക്ഷയില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം ഇതിനൊക്കെ കൊടുത്തിട്ടൊന്ന് എല്ലാത്തിനും ഒന്ന് കുളിരെണീപ്പിക്കാം. അപ്പം അതാണ് ഇനി അടുത്ത പരിപാടി. ഇത് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അതിന് പ്രത്യേകിച്ചൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ അപ്പടി പോയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. കുറച്ചുകൂടി ആക്കണമെന്നുണ്ട്. ചെറിയൊരു മഴയും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലേക്ക് മണ്ണ് കൊണ്ടുവരാൻ നല്ല പണിയുണ്ട്. അപ്പോൾ അതിന് എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് മണ്ണ് എന്തായാലും ആവശ്യമുണ്ട്. കുറച്ച് ഗ്രോ ബാഗും ഇതുപോലെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 2 വഴുതനയും അതുപോലെ കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടേതായ കുറച്ച് എന്തെങ്കിലും കിട്ടുമ്പം പ്രത്യേക ഒരു സന്തോഷമല്ല. ഇതാണെങ്കിൽ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പച്ചമുളകിനാണെങ്കിൽ നല്ല അടിപൊളി എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അതുപോലെ ചെടിച്ചട്ടികളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാം ഇങ്ങനെ ഉറച്ച് കിടക്കുവാണ് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടൊന്നും കിട്ടണില്ല. കഷ്ടപ്പെട്ടിട്ടാണ് അതൊക്കെ പുറത്തെടുക്കുന്നത്. എന്തായാലും ചെടീൻ്റെ വേരിനൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നന്നാവും എന്തായാലും. നല്ലോണം വേര് പിടിച്ച് വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു കട്ടിങ്സ് കിട്ടിയതായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം പരീക്ഷണമാണല്ലോ, വിജയിക്കുന്ന വലിയ ഉറപ്പൊന്നുമില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ വിജയിപ്പിച്ചെടുക്കും. അതാണ് നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ വേണ്ടത്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് വേണം കേട്ടോ. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നടട്ടെ. പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പോട്ടില്ലേ, ഇത് ഞാൻ കിച്ചണിൽ വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ വെള്ളത്തിലും അതുപോലെ വേറൊരു ചട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ഒരു ചട്ടി തന്നെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും വേര് വന്നിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് തന്നെ എല്ലാത്തിനും വേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു ചെടിച്ചട്ടി തന്നെ നട്ടു കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി ഒന്നായിട്ട് നമുക്ക് കിച്ചണിൽ കൊണ്ടുപോയി വെക്കാം. ഇനിയിപ്പോൾ എന്തായാലും വലിയൊരു എന്ന് പറയുന്നത് ചൂടൊന്നും ഇല്ലാത്ത വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നന്നാവും. വേര് പിടിച്ചതാണല്ലോ ഓൾറെഡി. നമ്മുടെ ഇലകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് വരാനായിട്ട്. അപ്പോൾ മണി പ്ലാന്റൊക്കെ നടുമ്പോൾ ഈ ഒരു രീതി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സക്സസ് ആവും. മണി പ്ലാന്റിൻ്റെ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടർ തീർച്ചയായും കണ്ടു നോക്കൂ കേട്ടോ. ഇതൊരു 6-7 മാസം എന്ന് പറയേണ്ട, ഒരു വർഷമായ ഒരു സിസി പ്ലാന്റ് ആണ്. സിസി പ്ലാന്റിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീഫില്ലേ, ആ ഒരു ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഇലയില്ലേ, ആ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒരില ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ആ ഒരു ഇല ഇതുപോലെ നട്ടിട്ട് 2 ഇല കിട്ടിയായിരുന്നു. 2-3 ഇല വെച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ 2 ഇല കെളുത്ത് വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഒരു വർഷമായപ്പോഴാണ് ഇതിന് ഇത്തിരിയെങ്കിലും ഒരു ആരോഗ്യം വന്നത്. അതുപോലെ തന്നെ കുറച്ച് ഇലകളും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് വലിയൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു ചട്ടിയുടെ അളവിൽ ഉള്ള ഏകദേശം ചെടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി മാറ്റിയാലാണ് അത് കുറച്ചെങ്കിലും വലുതാവുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു സിസി പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അതും ഒന്ന് മാറ്റി നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് അറിയാവോ, ഇതാണ് സ്നോ റോസ്. പിന്നെ വേറെ എന്തോ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇല്ലേ ഇതുപോലെ ഒരു കുഞ്ഞു ചട്ടിയിലാണുള്ളത്. അപ്പോൾ ഞാൻ നഴ്സറിയിൽ കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വലിയൊരു ചട്ടി വാങ്ങിച്ച് അതിൽ നട്ടു കൊടുക്കാൻ. നമുക്കിതില്ലേ ക്രിസ്മസ് ട്രീ രൂപത്തിലും അതുപോലെ നല്ല ബോളിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ബോൺസായി ആയിട്ട് വളർത്തിയെടുക്കാം. ഇതിനകത്ത് നിറച്ചു വെള്ള പൂക്കൾ ഉണ്ടാവും കേട്ടോ. അതിനാണ് സ്നോ റോസ് അല്ലെങ്കിൽ സ്റ്റാർ ഫ്ലവർ എന്നൊക്കെ പറയും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. 1000 പൂക്കൾ ഇതിലുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ടാണ് ഈ ഒരു വലിയ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ചട്ടിയിൽ വളർച്ച ഏകദേശം മുരടിച്ച് കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഒരു വലിയ ചട്ടിയിലാക്കിയിട്ട് നമുക്കിതിന് കമ്പി കെട്ടി കൊടുക്കണം. നമ്മൾ ഏത് ഷേപ്പിലാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ വരണമെങ്കിൽ കമ്പി കെട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു ചട്ടിയിലോട്ട് മാറ്റുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റയർ പ്ലാന്റ് ആണ്. അപ്പോൾ എനിക്കിതുപോലെ കിട്ടിയപ്പോൾ ഇതിനെപ്പറ്റി അറിയണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നഴ്സറിയിൽ പോയപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ നമ്മുടെ ഒരു വിങ്കാ റോസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് നാട്ടിൽ പോയി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പരുവായിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല മഞ്ഞ കളറായിട്ടുണ്ട്. അതുപോലെ ഇതിന് വളരാനുള്ളൊരു സാഹചര്യം ഇല്ല ഇപ്പോൾ ആ ഒരു ചട്ടിയിൽ നിന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിന് കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ടൈമായെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യുന്നത്. നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. എന്നാലും കട്ട് ഇരിക്കാതിരുന്നാൽ ചിലപ്പോൾ ഈ ഒരു ചെടി തന്നെ നശിച്ചു പോകും. അതിന് മുന്നേ നമുക്ക് കട്ടിങ്സൊക്കെ എടുത്തിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നിറച്ചും ഇതുപോലെ ഇലകളൊക്കെ പഴുത്തു പോകുന്നുണ്ട്. അപ്പോൾ നിറച്ചും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. വിങ്കാ റോസിൻ്റെ ട്രെൻഡാണല്ലോ ഇപ്പോൾ എല്ലാവരുടെയും. വിങ്കാ റോസിൻ്റെ കളക്ഷൻസും അതുപോലെ വിങ്കാ റോസിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി ഞാനും കണ്ടിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇതിനെ ശവന്നാറിയെന്നും കല്യാണി പൂന്നൊക്കെ കളിയാക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിപ്പം ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സുകളാക്കിയിട്ട് കുറച്ച് സാഫും കൂടെ തേച്ചിട്ട് ഒന്ന് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഈ 2-3 ദിവസത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകുമ്പോൾ എന്തോ ഒരു സങ്കടം ഉണ്ടാകുന്ന, ചെടീനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ കുറച്ച് ദിവസമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതേ വെയിലും മഴയൊന്നും അധികം കൊള്ളാത്ത സ്ഥലങ്ങളിൽ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.